6 വർഷമായി ഇവൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു തവണ പോലും ഇവൻ എന്നോട് പ്രേമം തോന്നിയിട്ടില്ല. മറ്റുള്ള ബെസ്റ്റുകളെ കൊണ്ട് പഠിക്കണം, പരിചയപ്പെട്ട് നെക്സ്റ്റ് വീക്ക് പ്രപ്പോസ് ചെയ്യും. അങ്ങോട്ട് കയറി പറയാനും ഒരു പേടി. ഈശ്വര, ഇവനെ കൊണ്ട് ഇങ്ങോട്ട് ചോദിപ്പിക്കാനുള്ള അവസാന ശ്രമമാണ്. മിന്നിച്ചേക്കണേ. ദീപു, എനിക്കൊരു ഹെൽപ്പ് വേണം. നീ എന്തേ നോക്കുന്നേ? എടി ഞാൻ ടിക്കറ്റ് നോക്കുക, ഇന്നലെ വരണ്ടായിരുന്നു, ഇതുവരെ വന്നില്ല. ഓ, ഇവിടെ ഒന്നും ജോലി കിട്ടാത്ത പോലെ. അങ്ങ് ഓസ്ട്രേലിയയിൽ പോയി ജോലി ചെയ്താലേ സാറിന് പറ്റത്തുള്ളായിരിക്കും. എടി അവിടെ ആകുമ്പോൾ എൻ്റെ സ്വന്തം അമ്മാവൻ്റെ സ്വന്തം കമ്പനി, സർവ്വ സ്വാതന്ത്ര്യം. പിന്നെ അമ്മാവൻ്റെ മൂക്ക് എന്നെ കണ്ടുപോലെ ക്രഷ് അടിച്ചു കഴിഞ്ഞാൽ ആ കമ്പനി എൻ്റെ ഇരിക്കും. ഞങ്ങളുടെ കല്യാണത്തിന് വരാൻ നിൻ്റെ കയ്യിൽ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് ആൻഡ് ഇന്ത്യൻ വിസ ഉണ്ടോ? എന്റെ വീട്ടിലും കല്യാണം ആലോചിക്കുന്നുണ്ട്. നാളെ ഒരു കൂട്ടർ കാണാൻ വരാം. അതെപ്പോ? എന്നിട്ട് നീ പറഞ്ഞില്ലല്ലോ. അതിനാ ഞാൻ നിന്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാമെന്ന്. എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. അതെന്താ? അതങ്ങനെ. നീ അച്ഛനോടൊന്ന് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല എന്ന്. അത് നിനക്കങ്ങ് പറഞ്ഞ പോരെ? എനിക്ക് അച്ഛനോട് പറയാനൊരു പേടി. നിനക്ക് അങ്ങേരെ പേടിയാ? നിന്റെ പേര് കേട്ട അങ്ങേരെ നിക്കറേ മുള്ളൂ. അതിപ്പോ കല്യാണത്തിന്റെ കാര്യം വരുമ്പോൾ ആർക്കല്ലേ ഒരു പേടിയൊക്കെ ഉണ്ടാവത്തില്ലേ? നീ അച്ഛനോടൊന്ന് സംസാരിക്കണം. അച്ഛാ, നമ്മളുടെ മോളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. നമ്മുടെ മോളോ? അല്ല, മോളച്ഛൻ്റെ തന്നെ. അവളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അത് ശരിയാ. അല്ല, അവൾ ഈ കല്യാണം വേണ്ടാന്ന് പറയാൻ കാരണം എന്താ? ഇനി അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? അയ്യോ, അത് ഞാൻ ചോദിച്ചില്ല. എടാ, അതല്ലേ ആദ്യം ചോദിക്കേണ്ടത്. തനിക്കാവുമ്പോ അത് ചോദിക്കാം, എനിക്കാവുമ്പോ അത് പറ്റത്തില്ല. ഇനി അവളുടെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കാന്ന്. ശരിക്കും? ആ, അല്ല അച്ഛാ, ഞാൻ ചോദിക്കാം. നീ തന്നെ ചോദിക്കണം. പോകോ. എന്തായി? എന്റെ പൊന്നു ഗീതു, നീ എന്നെ ഇങ്ങനെ പേടിപ്പിക്കാതെ. എന്തായി? നീ പറഞ്ഞ പണി കൃത്യമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അവൻ വന്ന് എന്നോട് ചോദിക്കും. അല്ല, ഇങ്ങനെ വളഞ്ഞു മൂക്കുടിക്കേണ്ട വല്ല ആവശ്യം തോന്നി എനിക്ക് നേരിട്ട് പോയി പറഞ്ഞാ പോരെ? ഒരു വീട് വെക്കുന്നത് പോലെയാണ് പ്രേമം കെട്ടിപ്പടുക്കുന്നത്. ആദ്യം തറ കെട്ടണം, പിന്നെ കട്ടള വെക്കണം, പിന്നെ ഭിത്തി കെട്ടണം, അത് കഴിഞ്ഞ് മേൽക്കൂര വാർക്കണം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലോ. ആ, എനിക്ക് പറമ്പ് മാത്രമേ ഉള്ളൂ, വീടില്ല. അതെ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ എന്നെ ഇവിടെ പഠിച്ചു നിർത്തിയേക്കുവാ. എന്താ പറ. വളരെ ഗൗരവമുള്ളൊരു കാര്യം നിന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ടാ. എന്താ? നിനക്ക് വന്ന ആലോചന നീ വേണ്ടെന്ന് പറഞ്ഞു. അതെന്താ? നിന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം വീട്ടിൽ പറഞ്ഞ് ഞാൻ സെറ്റാക്കി തരാം. പറ. അത് ദീപു. ഹായ്, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നു. ഗീതു, ഇത് എന്റെ ഫ്രണ്ടാണ് മോനിഷ. ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗീതു. ഹായ് ഗീതു. ഹായ്. എവിടെയാ നാട്? എൻ്റെ നാട് കോഴിക്കോട്. ഇവിടെ എന്താ? എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട് നാളെ. ഈ ഹോട്ടലിലൊക്കെ താമസിക്കുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാ. അത് ഇവനോട് പറഞ്ഞപ്പോ ഇവൻ വീട്ടിൽ നിൽക്കാന്ന് പറഞ്ഞു. അതിന് നിന്റെ അച്ഛനമ്മ വീട്ടിലില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു. അന്നേരം ഇവള് ത്രിൽഡ് ആയത്. എന്തിന്? അല്ല, വെറുതെ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നേ? നമുക്ക് കുറച്ച് പ്രൈവസി കിട്ടുമല്ലോ. അതെ, എനിക്ക് മോനിഷനെ കണ്ടപ്പോ മുതല് ഒരു സിസ്റ്റർലി ഫീലിംഗ്. മോനിഷന്റെ കൂടെ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നാ. നമുക്ക് എന്റെ വീട്ടിൽ നിന്നാലോ? ആയിക്കോട്ടെ, നിക്കാലോ. ആഹാ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും സെറ്റായി. ഞാൻ ഔട്ട്. കൊള്ളാം. എടോ, എനിക്ക് ടിക്കറ്റ് വന്നു. മറ്റന്നാ കയറണം. ട്രിവാൻഡ്രത്തു നിന്നാണ് ഫ്ലൈറ്റ്. അങ്ങനെയാണെങ്കിൽ നാളെ ഇവിടുന്ന് പോകണം. അതെ, ഞാൻ പോയിട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. മോനിഷ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിൽക്ക്. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന ടൈം നോക്കിയിട്ടെ ഞാൻ പറയാം. അന്നേരം വന്നാൽ മതി. ഓക്കെ, ശരി, ഞാൻ വിളിക്കാവേ. ഗീതു, എനിക്കവനെ ഇഷ്ടമാണല്ലേ? താനെന്താ അവനോട് ഇത് പറയാത്തെ?
പെട്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്നൊരു പേടി. നാളെ അവൻ പോവാ. ഇനി എന്നാ തിരിച്ചു വരാന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ സ്നേഹമായാലും വഴക്കായാലും ഫോണിൽ കൂടെ ഒന്നും പറയാൻ നിൽക്കണ്ട. അതിനൊരു കംപ്ലീഷൻ കിട്ടൂല. നേരിട്ട് പറഞ്ഞാൽ അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. എടാ, ഒരാണ് നമ്മളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്ന പോലെ എന്തായാലും അവർ റിയാക്ട് ചെയ്യില്ല. ഇനിയിപ്പോൾ ഉത്തരം നെഗറ്റീവ് ആയാലും നമ്മളെ വിഷമിപ്പിക്കാതെ പറയാൻ അവർക്കറിയാം. നീ ധൈര്യമായിട്ട് പോയി പറ. പോട്ടെ. എടാ, എനിക്ക് നിന്നൊരു കാര്യം പറയണ്ടേ. പോകുന്നതിനുള്ള വിഷമമല്ലേ, ഇതുകൊണ്ട് അതിനോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞു. അതല്ല, എനിക്ക് മുമ്പ് പിരിയാനുള്ള വിഷമം എനിക്കും വിഷമമുണ്ട്. ഇത്രയും പെട്ടെന്ന് പോകേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് മാത്രമല്ല, ഇതേ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കരച്ചിലും പിടിച്ചിലും സീനാകെ മോശമാവും. അങ്ങനെ ഒരു ഇതുണ്ടാക്കണോ? ഹാപ്പി ആയിട്ട് പിരിയാം. ഓക്കെ, പോയിട്ടില്ല. ഹാപ്പി. ഹലോ. നീ ഇറങ്ങിയായിരുന്നോ? ആ, ഞാൻ ഇറങ്ങി. നിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞോ? ആ, അത് കഴിഞ്ഞു. എടാ, ഗീതു നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ? അവള് പറയാൻ ഞാൻ സമ്മതിച്ചില്ല. അവൾ എന്താ പറയാമെന്ന് എനിക്കറിയാം, പക്ഷെ അത് വേണ്ട. എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഫ്രണ്ടാണ് അവള്. എനിക്ക് എന്ത് വേണമെങ്കിലും അവളോട് തുറന്ന് സംസാരിക്കാം. അവളെന്നെ ജഡ്ജ് ചെയ്ത് തോന്നില്ല. ഇങ്ങനൊരാളെ ലൈഫിൽ ഒറ്റ തവണയെ കിട്ടുള്ളൂ. ഞങ്ങൾക്കിടയിൽ മറ്റെന്തെങ്കിലും വന്നാൽ ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഈ ഒരു ഭംഗി അങ്ങ് പോകും. തൽക്കാലം ഈ ജന്മം ഇങ്ങനെ പോട്ടെ. അവൾ പറയാൻ വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായെന്ന് അവൾക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ട്. അത് പറയാൻ നിന്നെ അവൾ വിളിക്കും, ഉറപ്പ്.